ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഗോളം എന്ന മലയാള സിനിമയിലേക്കാണ്. അപ്പോൾ ഗോളം തിയേറ്റർ റിലീസായിട്ട് കുറച്ച് നാളായി. ഇപ്പോഴാണ് OTT പടം റിലീസായത്. തിയേറ്റർ റിലീസായ സമയത്ത് തന്നെ നല്ല റിവ്യൂസ് സിനിമയെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് അപ്പോൾ കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ OTT വന്നപ്പോഴാണ് പടം കാണാനായിട്ട് സാധിച്ചത്. ഈ സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈവ്സ് ഔട്ട്, ഗ്ലാസ് ഓണിയൻ, മർഡർ ഇൻ ദ നൈൽ തുടങ്ങിയ ഇംഗ്ലീഷ് സിനിമകൾക്ക് സമാനമായ രീതിയിലുള്ള വൺ ലൈനാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഒരു മർഡർ നടക്കുന്നു. ആ മർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറും പിന്നീട് ആ മർഡറിൻ്റെ ബാക്കിലുള്ള ഒരു ബാക്ക് സ്റ്റോറിയും ഒക്കെയാണ് ഈ സിനിമകളുടെ, ഞാൻ ഈ പറഞ്ഞ സിനിമകളുടെയൊക്കെയും ഇതിവൃത്തം, ഗോളത്തിൻ്റെയും ഇതിവൃത്തം. ഗോളത്തിലേക്കെന്ന് വെച്ചാൽ ഒരു ഓഫീസ്, ഒരു കമ്പനി, ആ കമ്പനിയിൽ അവരുടെ MD പിന്നെ മരണപ്പെടുന്നു. അത് അന്വേഷിക്കാനായിട്ട് വരുന്ന പോലീസ് ഓഫീസറും പോലീസുകാരും, പിന്നീട് അതിൻ്റെ ബാക്ക് സ്റ്റോറിയും അതിൻ്റെ ഒരു ടൈറ്റ് പ്രസൻറ്റേഷനും ഒക്കെയാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ. സംജതാണ് സിനിമയുടെ ഡയറക്ഷൻ. പ്രവീൺ വിശ്വനാഥനും സംജതും ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക് വരിക്കുന്നത്. ദിലീഷ് പോത്തനാണ് ഈ മരിച്ചു പോകുന്ന MDയുടെ റോളിൽ വരുന്നത്. രഞ്ജിത്ത് സഞ്ജീവ് എന്ന് പറയുന്ന താരതമ്യേന പുതുമുഖമായ നടനാണ് സന്ദീപ് കൃഷ്ണൻ എന്നുള്ള ഈ വരുന്ന പോലീസ് ഓഫീസറുടെ റോള് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സിനിമയുടെ ആദ്യം വന്ന റിവ്യൂസൊക്കെ ഞാൻ ഈ തിയേറ്ററിൽ ഇറങ്ങിയ ടൈമിലുണ്ടായിരുന്ന റിവ്യൂസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ എക്സ്പെക്റ്റേഷനാണ്. ഇത് എന്ന് ഓൺലൈൻ വരും, എന്ന് OTT വരും, നമുക്ക് കാണാൻ പറ്റും, ഗംഭീരമായൊരു പടമാണെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ ഹൈ എക്സ്പെക്റ്റേഷനോടെയാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ആ എക്സ്പെക്റ്റേഷൻ്റെ ഒരു 99% മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ പടത്തിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയും എല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസ് ഓണിയൻ, മർഡർ ഇൻ ദ നൈൽ, അല്ലെങ്കിൽ നൈവ്സ് ഔട്ട്, അതിലൊക്കെ ഇൻസ്പയർഡ് ആണ് എന്നുള്ളതേ ഉള്ളൂ. ഒന്നിൻ്റെയും കോപ്പിയൊന്നുമല്ല. ട്രൂലി ഇൻസ്പയർഡ് പ്രോഡക്റ്റാണ്. പക്ഷേ ഇതിൽ ഈ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ആ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ഒരു ഷെയ്ഡ്സ്, അത് പ്ലേ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആക്ടേഴ്സ് ഭയങ്കര രസകരമായിട്ടാണ് ആ ഒരു പ്ലോട്ടിൻ്റെ ആ ഒരു ഏരിയ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ അത് ഡയറക്ടറും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും അവർ രണ്ടുപേര് സംജതും പ്രവീൺ വിശ്വനാഥും ചേർന്ന് നല്ലോണം അത് വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഇതൊരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന പടമായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഓഡിയൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മുൻകൂട്ടി ചിന്തിക്കും, ഇത് ഇങ്ങനെയാണ് ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതെന്താ അങ്ങനെ എന്ന് നമ്മളെപ്പോഴും ഈ സിനിമയെക്കാളും ഒരു പടി മുന്നിൽ നിന്ന് ചിന്തിക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കാറുണ്ട്, നമ്മൾ ചിന്തിക്കാറുണ്ട്. അത്തരം ചിന്തകളെ കൂടെ കവർ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പല സ്ഥലങ്ങളിലും എഴുതിയിരിക്കുന്നത്. ചില മൊമെൻറ്റ്സും ചില ഡയലോഗ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഓഡിയൻസ് ഇങ്ങനെ ആയിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അത് അവരും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. കാര്യം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോയാൽ അതിൻ്റെ സ്പോയിലറെല്ലാം വെളിവായി പോകും. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഭയങ്കര ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ വന്നിട്ടുള്ള നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് ആയാലും ശരി, ഇതിൻ്റെ DOP ആയാലും ശരി, നല്ല ഫ്രെയിമുകളൊക്കെ ആയാലും ശരി, എല്ലാം നല്ല രീതിയിൽ, നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ നല്ല രീതിയിൽ ഈ പടത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ബെറ്റർ ആക്കാമെന്ന് തോന്നിയ ഒരേ ഒരു കാര്യം, ഇതിൽ ലീഡായിട്ട് വരുന്ന രഞ്ജിത്ത് സഞ്ജീവിൻ്റെ ക്യാരക്ടർ, ഒരുപക്ഷെ ക്യാരക്ടർ സ്ക്രീൻ പ്ലേയിൽ അങ്ങനെ ആയിരിക്കാം ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടി ഒരു കാഷ്വൽ ടോണുള്ള ക്യാരക്ടർ ആയിരുന്നുവെങ്കിൽ സിനിമ കുറച്ചും കൂടി ഒരു എൻജോയ്മെൻറ്റ് ഒരു ലെവലും കൂടെ കൂടി നിന്നേനേന്ന് തോന്നി. ഇത് ഭയങ്കര സീരിയസ് ആയ ഒരു ക്യാരക്ടറാണ്. അപ്പം ചില ഫ്രെയിമുകളിലൊക്കെ അദ്ദേഹം ബിഹേവ് ചെയ്യുമ്പോൾ അതൊരു പോലീസ് ഓഫീസർ ബിഹേവ് ചെയ്യുന്നതായിട്ട് ചില ഫ്രെയിമുകളിൽ എനിക്ക് തോന്നിയില്ല. അതിൻ്റെ അദ്ദേഹം താരതമ്യം ഒരു പുതുമുഖ നടനാണ്, ബട്ട് വളരെ പ്രോമിസിങ് ആയ ഒരു ആക്ടറാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പോലീസുകാരൻ്റെ ബോഡി ലാംഗ്വേജൊക്കെ പുള്ളി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ജസ്റ്റ് എൻ്റെ ഒരു ഡയലോഗ് ആൻഡ് എക്സ്പ്രഷൻ കുറച്ചും കൂടെ ഒന്ന് മസിലൊക്കെ വിട്ടിട്ട് ഒന്ന് ലൂസനപ്പ് ആക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. ബട്ട് ഒബ്വിയസ്ലി എനിക്കിവിടെ നിന്ന് റിവ്യൂ എളുപ്പമാണ്. ഇത് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാൻ പാടുള്ളൂ. പക്ഷേ എന്നാലും നല്ല പെർഫോമൻസ്, നല്ല കാസ്റ്റ്, നല്ല ക്രൂ, ഗംഭീരമായ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ പടം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കാണുക. സിനിമ പ്രൈമിൽ അവൈലബിൾ ആണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട് പടത്തിൽ. ദയവായി സ്പോയിലേഴ്സ് കമൻറ്റ് ചെയ്യാതിരിക്കുക. ഞാൻ ആ ഹിഡൻ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തതിൻ്റെ റീസൺ തന്നെ പിന്നെ ആ സ്പോയിലേഴ്സ് വെളിയിലാവുമെന്ന് വിചാരിച്ചിട്ടാണ്.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ എക്സ്പെക്റ്റേഷൻസും കീപ്പ് ചെയ്യുന്ന പടമാണ്. ഇനിയും സംജിതും പ്രവീൺ വിശ്വനാഥനും രഞ്ജിത് സഞ്ജീവും എല്ലാം പുതിയ പുതിയ അടിപൊളി പടങ്ങൾ ഇതുപോലത്തെ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.